ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ഞങ്ങൾ 18 വയസ്സ് മുതലുള്ള മക്കൾ തുടങ്ങി 94 വയസ്സ് വരെയുള്ള മാതാക്കൾ വരെയും ഇവിടെ ഉണ്ടായിരുന്നു, ഈ സമരപ്പന്തലിലുണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാം നിരാഹാരം കിടന്നാണ് ഞങ്ങളിത് വിജയിപ്പിച്ചെടുത്തത്. ഇന്ന് ഞങ്ങൾക്ക് തീർത്താത്തൊരു സന്തോഷമുള്ളത്, ഞങ്ങൾക്കൊന്നും പറയാൻ പറ്റണില്ല അതെങ്ങനെ വേണമെന്നുള്ളത്. ഞങ്ങളൊക്കെ കരമടിച്ച് സന്തോഷമുണ്ട് ഞങ്ങൾക്ക്. അതേ വിദ്യാഭ്യാസത്തിന് ലോൺ എടുക്കണം, വീട് പണിയണം, മക്കളെ കെട്ടിക്കണം, ജോലി നേടണമെങ്കിൽ തന്നെ ലക്ഷങ്ങളാണ്. ഇതിനൊക്കെ ഞങ്ങൾക്ക് എന്തിനും കരമടിച്ച കടലാസ് വേണ്ടേ? അപ്പം അതിലൊക്കെ നിന്ന് ഞങ്ങൾക്ക് സന്തോഷമായിട്ട് ഇത് ലഭിച്ചതിൽ നല്ല ആത്മസന്തോഷം, ഞങ്ങൾക്ക് പറഞ്ഞാൽ തീരാ സന്തോഷമുണ്ട്. ഞങ്ങളിനി ഇത് എന്താണ് ഇനിയുള്ളത് ഞങ്ങൾക്ക് നേടിത്തരാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അത് കിട്ടുന്നതുവരെ ഞങ്ങൾ ആ വിശ്വാസത്തിൽ തന്നെ മുന്നോട്ട് പോകും. അത് കഴിയുമ്പോൾ വീണ്ടും പറഞ്ഞേക്കണത് ഞങ്ങൾക്ക് ഇറങ്ങി ഞങ്ങൾ എവിടെ പോകും? ഞങ്ങൾ എങ്ങോട്ട് പോകണമെങ്കിൽ 210 കുടുംബം, ഞങ്ങൾക്ക് പള്ളി വേണം, ശിംസ്തേരി വേണം. ഞങ്ങൾക്ക് വളരണം, ഞങ്ങളുടെ മക്കളെ വളർത്തണം. ഇനിയിപ്പം ഞങ്ങളായിട്ടൊക്കെ ഇങ്ങനെ ഇരുന്ന് ഇനി ഞങ്ങളുടെ മക്കൾ പേരക്കുട്ടികളൊക്കെ ആയിട്ടൊക്കെ ഒന്നും ഇങ്ങനെ ഇരിക്കൂല. അപ്പം ഞങ്ങൾക്ക് വളരെ വിഷമത്തോടു കൂടിയാണ് ഞങ്ങളിത് കൈകാര്യം ചെയ്തത്. ഓരോ ദിവസം കഴിയും തോറും ഞങ്ങളുടെ അച്ഛൻ ഞങ്ങളുടെ കൂടെ പ്രവർത്തിച്ച് അതൊക്കെ തന്നെയാണ് ഏറ്റവും ഒരു വലിയ ഒരു കാര്യനിധിയായിട്ട് ഞങ്ങളിത് കണക്കാക്കണം. ഇനിയുള്ള കാര്യങ്ങളെല്ലാം ഇതുപോലെ സന്തോഷത്തോടുകൂടി കാര്യങ്ങളെല്ലാം പോകണമെന്നാണ് എൻ്റെ അഭിപ്രായം. പോരാട്ടമായിരുന്നു ഇത്രയും ദിവസം വരെ. പോരാട്ടം തന്നെയാണ്, വലിയ പോരാട്ടം എന്ന് പറഞ്ഞാൽ വലിയൊരു പോരാട്ടം തന്നെയാണ്. ഞങ്ങൾ ഇത്രയും നാളും 414 ദിവസം ഇരുന്നെങ്കിലും ഞങ്ങൾക്ക് എല്ലാത്തിലും ഏറെ കൂടുതൽ സന്തോഷം തോന്നിയേക്കുന്ന ദിവസമാണ് ഇന്ന്. ഞങ്ങൾ സമരം അവസാനിപ്പിച്ചെങ്കിലും ഞങ്ങൾ പൂർണ്ണമായിട്ട് ഇതിൽ നിന്ന് വിട്ടുപോണില്ല. അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ ഞങ്ങൾക്കിത് കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ ഇനിയും ഇതിനോട് പൊരുതും. നമ്മൾക്കിപ്പോൾ രാജീവ് സാറ് പറഞ്ഞതുപോലെ ഞങ്ങൾ വിശ്വസിക്കണം ഞങ്ങൾക്കത് തീർച്ചയായിട്ടും തിരിച്ചു കിട്ടുമെന്ന്. ഇനി ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ദിവസം ഇരിക്കേണ്ട ഇടവരരുതെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കണം. ഞങ്ങൾക്കത് സാധിച്ചു തന്ന് തരുമെന്നായിരുന്നു ഉണ്ണികൃഷ്ണൻ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ പുള്ളി ഞങ്ങൾക്ക് പുള്ളി ഇപ്പോൾ പ്രസംഗിച്ചിട്ട് പുള്ളിയുടെ കണ്ടം വിടറിപ്പോയി. എന്നുവെച്ചാൽ സങ്കടം വന്ന പുള്ളിക്ക്. എന്നുവെച്ചാൽ അയാളൊക്കെ കുറേ നാളുകൾ അധിക്ഷേപിക്കുകയും പറയാൻ പറ്റാത്ത വാക്കുകളൊക്കെ പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടായിരിക്കും പുള്ളിക്ക് അങ്ങനെ ഒരു വിഷമം തോന്നിയത്. പക്ഷെ പുള്ളിക്ക് ഇപ്പോൾ ഒരു അഭിമാനത്തിൻ്റെ ഒരു സന്തോഷം കിട്ടിയില്ലേ പുള്ളിയാണ് ഞങ്ങളുടെ കൂടെ ആദ്യം തുടങ്ങി അവസാനം വരെ ഉണ്ടായിരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ MLA ഉണ്ണികൃഷ്ണൻ MLA ആ പുള്ളിയുടെ ആ വാക്ക് ഞങ്ങൾ അങ്ങേറ്റം വിശ്വസിച്ച്, അതുപോലെ തന്നെ ഇപ്പോഴും വിശ്വസിച്ച് ആ ഒരു സന്തോഷം ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഞങ്ങൾ സന്തോഷിച്ചേക്കണ ഒരു ദിവസമാണ്. എന്നുവെച്ചാൽ ഞങ്ങൾ ഒരുപാട് ദിവസങ്ങൾ ഇതിന് വേണ്ടിയിട്ട് തന്നെ ഇങ്ങനെ രാവിലെ രാത്രിയൊക്കെ വന്നിരുന്നിട്ടുണ്ട്. ഞങ്ങളുടെ ഫലം അറിയാൻ വേണ്ടിയിട്ടൊക്കെ രാത്രി 1 മണി, രാത്രി 2 മണി, രാത്രിയൊക്കെ ഞങ്ങൾ കിടന്നുറങ്ങിയിട്ടുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ ഈ പകൽ സമയം വന്നിരുന്ന് ചിലവഴിച്ചെങ്കിലും ഞങ്ങൾക്ക് അതിനുള്ള ഫലം കിട്ടിയല്ല, അത് മതി. അതാണ് ഏറ്റവും കൂടുതൽ സന്തോഷം.